ബംഗ്ലാദേശ് T20യിൽ സഞ്ജു തകർത്തടിച്ചിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല സൂര്യകുമാറും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടെസ്റ്റ് പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഇനി അടുത്തത് T20 പരമ്പരയാണ്. ഇപ്പോഴിതാ സഞ്ജു അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന പരിശീലന മത്സരത്തിലാണ് സഞ്ജു മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത്. സഞ്ജു മാത്രമല്ല സൂര്യകുമാറും. ഇന്ന് സഞ്ജു ഓപ്പണിംഗിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജുവിനൊപ്പം അഭിഷേക് ശർമ്മയാണ് ബാറ്റ് ചെയ്തത്. സഞ്ജുവും അഭിഷേകും T20യിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണെന്ന് കാഴ്ചവെച്ചത്. അതേസമയം സൂര്യകുമാർ ഇന്ന് 3-ാം നമ്പറിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നാളെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ആദ്യത്തെ T20ക്ക് തുടക്കമാവുന്നത്. ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മാച്ച് ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ പരിശീലന മത്സരം കളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിലെ താരങ്ങൾ തന്നെ 2 ടീമുകളായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജുവും സൂര്യയും ഒരു ടീമിലായിരുന്നു. ഇതേ സമയം ബൗളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മായങ്ക് യാദവ് ആയിരുന്നു. മായങ്ക് 150-ന് മുകളിലാണെന്ന് പന്തെറിഞ്ഞത്. ഇതിനർത്ഥം നാളത്തെ T20യിൽ മായങ്ക് യാദവിന്റെ ഫാസ്റ്റസ്റ്റ് ഡെലിവറി കാണാൻ സാധിക്കും. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി ആയിരിക്കില്ല. കാരണം ഇന്ത്യ ഈസി ആയിട്ട് T20 പരമ്പര സ്വന്തമാക്കും. സഞ്ജു കുറച്ചു കാലത്തിന് ശേഷമാണ് T20 കളിക്കുന്നത്. ദുലീപ് ട്രോഫിയിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിൽ T20 പോലെ സഞ്ജു കളിച്ചു. അതുകൊണ്ടാണ് സഞ്ജുവിനെ ബംഗ്ലാദേശ് T20യിൽ അവസരം കിട്ടിയത്. പരിശീലനത്തിൽ സഞ്ജു ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ യഥാർത്ഥ മാച്ചിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജു നാളെ ഓപ്പണിംഗിലാണ് കളിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സഞ്ജുവിന് ബാറ്റിങ്ങിന് ഒരുപാട് അവസരം കിട്ടും. സാധാരണ സഞ്ജുവിനെ 5-ാം നമ്പറിലൊക്കെയാണ് ഇറക്കാറ്. അതുകൊണ്ട് സഞ്ജുവിന് ബാറ്റിംഗ് ചെയ്യാൻ അവസരം കിട്ടാറില്ല. ഋഷഭ് പന്ത് സ്ക്വാഡിലില്ല. അതുകൊണ്ട് സഞ്ജുവാണ് നാളെ ഇന്ത്യയുടെ മെയിൻ കീപ്പർ. എന്തായാലും ഇന്നത്തെ പരിശീലന മാച്ചിൽ സഞ്ജു, സൂര്യ, അതുപോലെ മായങ്ക് യാദവ് ഇവരാണ് മികച്ച കളി കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് നാളത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.